ഗാനരംഗങ്ങളിൽ മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്ന നടന്മാരെടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തായാലും മുൻപന്തിയിൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ തന്നെയായിരിക്കും. ഒരുപാട് സിനിമകൾ, ഒരുപാട് ഗാനങ്ങൾ നമുക്കങ്ങനെ എടുത്തു പറയാനുണ്ട്. ലാലേട്ടൻ ആദ്യമായിട്ട് ഒരു ഡുവറ്റ് സോങ് പാടി അഭിനയിച്ചത് ആ ഒരു സിനിമയിലേക്ക് ലാലേട്ടൻ വന്നതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുടുംബചിത്രങ്ങളുടെ സംവിധായകനാണ് ബാലചന്ദ്രൻ മേനോൻ. നമ്മൾ ബാലചന്ദ്രൻ മേനോനെ കുറിച്ച് കുറച്ച് മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു, സമാന്തരങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ചൊക്കെ. അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ബാലചന്ദ്രൻ മേനോൻ്റെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്ന ഒരു 80s തുടക്കം, 82 ബാലചന്ദ്രൻ മേനോൻ ചെയ്ത ഒരു സിനിമ കേൾക്കാത്ത ശബ്ദം എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ അന്നൊക്കെ നമുക്കറിയാം ബാലചന്ദ്രൻ മേനോൻ ഒരു വർഷം മിനിമം 3 സിനിമ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ അന്ന് 81 ഒക്കെ പ്രേമഗീതങ്ങളും ഒക്കെ ഇറങ്ങി ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് കേൾക്കാത്ത ശബ്ദത്തിൻ്റെ എഴുത്ത് തുടങ്ങുന്നത്. അപ്പോൾ അന്ന് ട്രിവാൻഡ്രം ഗീത് ഹോട്ടൽ, ആ ഗീത് ഹോട്ടലിൽ ബാലചന്ദ്രൻ മേനോൻ്റെ ഒരു ലക്കി റൂമൊക്കെ ഉണ്ട്. ആ റൂമിലിരുന്ന് അദ്ദേഹം ഇതിൻ്റെ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ബാബു എന്ന് പറയുന്ന ഒരു സെൻട്രൽ ക്യാരക്ടർ, അപ്പോൾ ആ ഒരു ക്യാരക്ടർ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു പുതിയൊരാളെ അഭിനയിപ്പിക്കണം, അതായത് സ്ഥിരമുഖങ്ങൾ വേണ്ട. കാരണം ബാബു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അതിൽ ഹീറോ ആണെന്ന് വെച്ചാൽ ഹീറോ ആണ്, എന്നാൽ വില്ലനാണ്. അതായത് അത്യാവശ്യം ദുശീലങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീലമ്പടനായ ഒരുപാട് തോന്നിവാസങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ആരെ അഭിനയിപ്പിക്കണം എന്നുള്ളതിന് നിൽക്കുന്ന സമയത്താണ് മോഹൻലാൽ അന്ന് മഞ്ഞ് വിരിഞ്ഞ പൂക്കളൊക്കെ ഇറങ്ങി കുറച്ച് സിനിമകളൊക്കെ ചെയ്ത് ഒരു 2-3 സിനിമകളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മോഹൻലാൽ അന്ന് ബാലചന്ദ്രനെ കാണാൻ വേണ്ടി വന്നു. ഇത് ബാലചന്ദ്രൻ മേനോൻ്റെ ഒരു വേർഷൻ എഴുതിയിട്ടുണ്ട്. മോഹൻലാലും ഇതിനെക്കുറിച്ചൊരു ബാലചന്ദ്രൻ മേനോൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടും വായിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഞാനത് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ മോഹൻലാൽ പറഞ്ഞത്, മോഹൻലാൽ നീലേശ്വരത്ത് ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് അന്ന് രാത്രി ഒരു KSRTC ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് വരികയാണ്. അതായത് മേനോൻ സാറിനെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോൾ എറണാകുളം വന്നു. അന്ന് രാത്രി എറണാകുളം വരെ ബസ്സുള്ളൂ. അവിടെ ഇറങ്ങി എറണാകുളം KSRTC സ്റ്റാൻഡിൽ കുറേ നേരം കിടന്നുറങ്ങി, അവിടെ കൊതുകടിയൊക്കെ കൊണ്ടിറങ്ങി വേറൊരു ബസ് കയറിയിട്ടൊക്കെയാണ് ട്രിവാൻഡ്രത്തിൽ അന്ന് മോഹൻലാൽ വന്നത്. എന്നിട്ട് അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ അവിടെ ബാൽക്കണിയിൽ ഇരുന്ന് എഴുത്തും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഞാൻ മോഹൻലാൽ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അപ്പോൾ സാറിനൊന്ന് കാണാൻ. എനിക്കൊന്ന് മോഹൻലാൽ ആരോ പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് അത് ബാലചന്ദ്രനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെയൊക്കെ വന്നു, കണ്ടു, സംസാരിച്ചു, മോഹൻലാൽ പോയി. അപ്പോൾ മോഹൻലാലിനെ കണ്ട ശേഷം ബാലചന്ദ്രൻ പറയാം, ആ ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ എനിക്ക്, കാരണം ഒരു മുടിയൊക്കെ ഒരു എന്താ പറയുക, ഒരു നീണ്ട മുടി, മുഖക്കുരു, ഇത്തിരി തടിയുണ്ട്, അതായത് ആ ലുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് മതി ബാബുവിന്, ആ ഒരു വില്ലനിസം ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഉറപ്പിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ മോഹൻലാൽ എനിക്ക് മതി, ഈ ക്യാരക്ടറിന് ഓക്കെയാണ് എന്നുള്ള രീതിയിൽ അത് ഉറപ്പിച്ച ശേഷം പിന്നെ വേറെ ക്യാരക്ടറുണ്ട് ഇതിൽ. മോഹൻലാലിൻ്റെ ഈ ക്യാരക്ടറിൻ്റെ, ബാബുവിൻ്റെ ഒരു ക്യാരക്ടർ സുഹൃത്ത് ദേവൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ ദേവൻ എന്ന് പറയുന്നതും ഒരു വീമ്പൊക്കെ കളക്കുന്ന ഒരു ക്യാരക്ടറാണ്, പക്ഷേ ആളൊരു പാവമാണ്, അങ്ങനത്തെ ഒരു. അപ്പോൾ ബാലചന്ദ്രൻ വിചാരിച്ചു ആ റോള് ഞാൻ ചെയ്യാം. പിന്നെ ലംബോദരൻ നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്. അത് കണ്ടാൽ കുറച്ച് ഏജ് തോന്നിപ്പിക്കുന്ന, ഒരു പക്വതയുള്ള ഒരു ക്യാരക്ടർ പോലെ തോന്നിപ്പിക്കുക, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതൊരു ഇൻ്റർവെല്ലിന് ശേഷം വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ക്യാരക്ടർ നെടുമുടി വേണു, അന്നത്തെ ഒരു ഇമേജ് വെച്ച് നെടുമുടി വേണുവിന് അത് കൊടുക്കാം. ഇങ്ങനെ എല്ലാം ഫിക്സായി കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസേഴ്സിനെ കാണാൻ വേണ്ടി പോയി. ആ പ്രൊഡ്യൂസേഴ്സിനെ കാണാൻ വേണ്ടി സെഞ്ചുറി ഫിലിംസ് അവരെ കാണാൻ വേണ്ടി പോയി. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കുറേ സജഷൻസ് പറഞ്ഞു. ഒന്ന്, അവർ പറഞ്ഞത് ഇതിൽ നെടുമുടിയുടെ ക്യാരക്ടർ ഇൻ്റർവെല്ലിന് ശേഷം വരുന്നത് അത് ശരിയാവില്ല. കാരണം നെടുമുടിയാണ് അന്ന് ഒരു സ്റ്റാർ നിൽക്കുന്നത്. നെടുമുടീൻ്റെ ഇൻ്റർവെല്ലിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ ആൾക്കാർ പറയും വേണു ഇൻ്റർവെല്ലിന് ശേഷം ഉള്ളൂ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ആൾക്കാർ തിയേറ്ററിൽ വരാതെയും. അതുകൊണ്ട് നെടുമുടി വേണു തുടക്കം മുതൽ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ പറയാം, മനസ്സോടെ ഞാൻ അദ്ദേഹത്തിന് വെച്ചിരുന്ന ദേവൻ എന്ന് പറയുന്ന ആ സുഹൃത്തിൻ്റെ റോളിലേക്ക് നെടുമുടീനെ ഇടുകയും നെടുമുടി വേണുവിനെ വെച്ചിരുന്ന റോളിലേക്ക് ബാലചന്ദ്രൻ മേനോൻ, ലംബോദരൻ നായരായിട്ട് സെക്കൻഡ് ഹാഫിൽ വരുന്ന ആ റോളിലേക്ക് ബാലചന്ദ്രൻ മേനോനും കൂടി അങ്ങനെ മാറി. അപ്പോൾ പറയണത് അതിൽ ഷോർട്സൊക്കെ ഇട്ട് ടെന്നീസൊക്കെ കളിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് നെടുമുടി വേണു വയറൊക്കെ ചാടിയിട്ടുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ നെടുമുടി വേണു എന്നെ തമാശ വേണു പറഞ്ഞു, എൻ്റെ ഷോർട്സൊക്കെ ഞാൻ നെടുമുടി വേണുവിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. എന്നിട്ട് പക്ഷേ ബാലചന്ദ്രൻ ആ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ബാലചന്ദ്രൻ മേനോൻ പറയുന്നത് എനിക്കത് ഭയങ്കര ഗുണം ചെയ്തു. പിന്നീട് ഒരുപാട് പേര് എനിക്ക് ഒരുപാട് അപ്രിസിയേഷൻസ് കിട്ടി. കാരണം ഒരു കണ്ണടയ്ക്ക് വെച്ച് ഇത്ര ഏജ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ വന്ന് ഇദ്ദേഹത്തിന് അന്ന് 10, 25, 26 ആ ഒരു പ്രായമൊക്കെ ഉള്ളൂ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ മേനോന് അത് ഗുണം ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ മോഹൻലാലിൻ്റെ കാര്യം, ഈ ബാബു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇവരെല്ലാവരും പറഞ്ഞു മോഹൻലാലൊന്നും പറ്റില്ല. കാരണം മോഹൻലാൽ വില്ലനായിട്ട് അഭിനയിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇതുപോലത്തെ ഒരു സെൻട്രൽ ക്യാരക്ടറൊക്കെ കൊടുക്കുക, അത് പറ്റില്ല. പകരം സ്ഫോടനം എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങി ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുക. അതിലൊരു നടനുണ്ട് മമ്മൂട്ടി, പോയി കാണാൻ പറഞ്ഞു, മമ്മൂട്ടി കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ
ബാലചന്ദ്രമേനോൻ പിന്നെ തിരിച്ച് കൊല്ലത്ത് വന്ന് വീട്ടിൽ വന്ന് അവിടെ കൊല്ലത്തൊരു തിയേറ്ററിൽ പോയിട്ട് സ്ഫോടനം കണ്ടു കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി നല്ല നടനാണ്, പെർഫോം ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ബാബു എന്ന് പറഞ്ഞ ക്യാരക്ടറിന് മമ്മൂട്ടി ആയിട്ടില്ല, അത് മോഹൻലാൽ തന്നെ. അപ്പോൾ അദ്ദേഹം ഒന്ന് മനസ്സിലാക്കി ഇട്ട് മമ്മൂട്ടി ആണോ മോഹൻലാലാണോ എന്നാലോചിച്ച് അവസാനം മോഹൻലാൽ മതി എന്ന് തീരുമാനിച്ച് പിന്നെ പ്രൊഡ്യൂസേഴ്സിനെ കൺവിൻസ് ചെയ്യിപ്പിച്ച് അങ്ങനെയാണ് മോഹൻലാൽ ആ ഒരു സിനിമയുടെ ഭാഗമാവുന്നത്. അപ്പോൾ ആ ഒരു സിനിമ ഒന്ന് ട്രിവാൻഡ്രത്തൊക്കെ കുറച്ച് ഉൾപ്രദേശങ്ങളിൽ കുറച്ച് എനിക്ക് ഗ്രാമീണ സ്ഥലങ്ങളിലൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തിരുവനന്തപുരം നഗരത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്, പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ ഒരു ബ്യൂട്ടി, അത് ഉൾപ്രദേശങ്ങൾ ഗ്രാമത്തിൻ്റെ ഒക്കെ ഒരു ബ്യൂട്ടി ഞാൻ കൂടുതൽ അറിഞ്ഞത് ഈ ഒരു സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയപ്പോഴാണ്. പിന്നെ ഇതിൽ അംബികയാണ് നായിക. അപ്പോൾ അംബിക ഒന്ന് കത്തി നിൽക്കുകയാണ്. കമലഹാസൻ്റെയും രജനീകാന്തിൻ്റെയും ഒക്കെ നായികയായിട്ടും ബാലചന്ദ്രമേനോൻ തന്നെ മുമ്പുള്ള പല സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള നായികയാണ്. അപ്പോൾ മോഹൻലാലിനെ പോലത്തെ ഒരു ന്യൂ കമ്പറിൻ്റെ കൂടെ അഭിനയിക്കാൻ വേണമെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് പറയാം, പക്ഷെ അവർ വളരെയധികം സഹകരിച്ചു. അങ്ങനെയാണ് അതിൽ ഈ ഒരു ഡ്യുവറ്റ് സോങ് ഒക്കെ മോഹൻലാലിനെ പാടി അഭിനയിക്കാനൊക്കെ മോഹൻലാലിന് ആദ്യം ഒരു ചമ്മലും പേടിയൊക്കെ ഉള്ളതൊക്കെ ഇവരൊക്കെ കൂടി ധൈര്യമൊക്കെ കൊടുത്തിട്ടാണ് അവർ അഭിനയിച്ചത്. അതാണ് ഭയങ്കരമായിട്ട് ഹിറ്റായി. മോഹൻലാൽ ഭയങ്കരമായിട്ടൊരു ഗുണം ചെയ്തു ആ ഒരു സോങ് സീക്വൻസ് ഒക്കെ. എന്തായാലും ആ ഒരു സിനിമ കേൾക്കാത്ത ശബ്ദം എന്ന് പറയുന്ന ഒരു സിനിമ എന്നും മോഹൻലാലിൻ്റെ തുടക്കകാലത്തെ ഒരു നായകതുല്യമായ ഒരു ഡ്യുവറ്റ് സോങ് ഒക്കെ പാടി അഭിനയിച്ച ഒരു സിനിമ എന്ന രീതിയിൽ അത് ശ്രദ്ധിക്കുക. ആ സിനിമ നല്ല ഹിറ്റ് തന്നെയായിരുന്നു. മോഹൻലാലിൻ്റെ കരിയറിലും അത് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഒരു തിയേറ്ററിൽ കണ്ടവർക്കൊക്കെ അത് എത്രത്തോളം ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അന്ന് തിയേറ്ററിൽ കണ്ടവർക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ബാലചന്ദ്രമേനോൻ്റെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രെൻഡ് തന്നെയായിരുന്നു. ഞാനൊക്കെ കേട്ടിട്ടുണ്ട് അന്ന് ശശി, ജോഷി ഇവരുടെയൊക്കെ പല ആക്ഷൻ സിനിമകളുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ അതുപോലത്തെ ഉള്ള സിനിമകളുടെ ഇടയ്ക്ക് ബാലചന്ദ്രമേനോന് ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് എന്നും ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാനൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ളതും കേട്ടറിഞ്ഞിട്ടുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയെക്കുറിച്ചും ബാലചന്ദ്രമേനോനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാം.